ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞു. ചീത്ത വാക്ക് പറഞ്ഞത് ഒരുപാടുണ്ട്. നല്ല വാക്ക് പറയുന്നവരോടും ചീത്ത വാക്ക് പറയുന്നവരോടും എല്ലാവരും എനിക്ക് ഒരുപോലെ സന്തോഷമാണ്. പിന്നെ ചീത്ത വാക്ക് പറയുന്നവരോട് ഞാൻ ഉത്തരം പറഞ്ഞത്, ചിലർ പറയുമ്പോൾ പറയും ഞാൻ BJP ആണെന്ന് പറയും, ചിലർ പറയും ഞാൻ കാണുന്നത് കോൺഗ്രസ് ആണെന്ന് പറയും, ചിലപ്പോൾ ചിലർ പറയും ഞാൻ പിണറായിയുടെ ആണെന്ന് പറയും. അങ്ങനെ എന്നെ ഓരോരുത്തരും പല നിറത്തിലും വർണ്ണത്തിലും ഒക്കെ കാണാറുണ്ട്. ഞാൻ സാക്ഷാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും. BJPക്കാർ നല്ലത് പറഞ്ഞാൽ നല്ലത് പറയും. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ 10 കൊല്ലത്ത് പരിചയമുണ്ട്. നല്ലൊരു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ. എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്ന് എനിക്ക് വന്നു പറ്റില്ല. അദ്ദേഹത്തിന് പറ്റിയ പണിയാണോന്ന് പോലും എനിക്കറിയില്ല. നേരെ നേരെ പോവുകയും ജീവിതത്തിൽ നേരെ സഞ്ചരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും പറയണം പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോരുത്തരും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ BJP ആണ്. അതോടൊപ്പം പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയണം, കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവരുടേതാണെന്ന് പറയണം. അല്ലാതെ എല്ലാത്തിനും ഒത്തുപറയല്ല വേണ്ടത്, ഉള്ളത് വേണം. ആ ഉള്ളത് പറയും. അപ്പോൾ പറയും ഇവര് നിലപാടില്ലാത്തവരാണ്. എനിക്ക് നിലപാടില്ല. എനിക്കെന്താ നിലപാട്? പ്രശ്നാധിഷ്ഠിതമായ നിലപാടാണ് എനിക്കുള്ളത്. അതല്ലാതെ ഒരു പാർട്ടിയുടെ വാലായോ ചൂലായോ എനിക്കാൻ സാധിക്കില്ല. സാമൂഹ്യ നീതി ഇവിടെ കിട്ടണം എന്ന് പറഞ്ഞാൽ അവൻ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചാൽ മതിയോ? ഇവിടെ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. ഗുരുദേവന്റെ പടം പോലും കാണാത്ത ഒരാളെ വെച്ചു. എത്രയോ ആളുകൾ 14 യൂണിവേഴ്സിറ്റി ഇവിടെയുള്ള ഒരൊറ്റ ഈഴം പോലും കൊണ്ടില്ല. ഗുരുവിനെ അറിയാവുന്ന ഒരാളിവിടെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വർഗീയവാദിയായി. അപ്പോൾ അത് ശരിയായില്ല എന്ന് ഞാൻ. അപ്പോൾ ജീവിതകാരെല്ലാം കൂടെ എനിക്ക് പണിയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഞാൻ ഒന്നേ പറയാറുണ്ട്, ഞാൻ സാക്ഷാൽ SNDP പ്രവർത്തകൻ. പ്രത്യേകം കൊല്ലംകാരാണ് എനിക്ക് ഏറെ സ്നേഹമാണ്. നിങ്ങൾക്കറിയാമല്ലോ, 30 കൊല്ലങ്ങൾക്ക് മുമ്പ് വഴിതെറ്റി വന്നവനാണ് ഞാൻ. ഇവിടെ റിസീവർ ഭരണമായിരുന്നു. ആ റിസീവർ ഭരണം നടക്കുന്ന കാലത്ത് ആ കേസ് മുഴുവൻ നടത്തി വിജയിച്ച് ഇലക്ഷൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് കേസ് നടന്നാൽ എനിക്കൊക്കെ പറഞ്ഞ് കൂടെ നിന്നവരെല്ലാം കാര്യമാക്കിയപ്പോൾ കാശ് മുടക്കി കേസ് നടത്തിയാണ്. കാരണം എക്സിക്യൂട്ടീവ് മെമ്പറായി നിൽക്കുന്ന ആളുകൾ, ഞാൻ വെറും എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാൻ ഓരോ ആൾ പറഞ്ഞ് എനിക്ക് 2-3 തെറ്റായിട്ട് പോയാൽ പോട്ടെ, എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് ഓരോരുത്തരും മുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ കൂടുതലുണ്ട്, എനിക്ക് നഷ്ടപ്പെട്ടാൻ സാധിക്കില്ല, എൻ്റെ അച്ഛൻ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ് ഏറ്റെടുത്ത് നടത്തി വിജയിച്ച് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 11 റീജിയൻ 10 റീജിയൻ ഞാൻ ജയിച്ചത്. കൊല്ലം കൂടി റെക്കോർഡ് കേസിൽ ഞാൻ ധൈര്യമായിട്ട് ഈ റീജിയൻ. പക്ഷേ ഈ റീജിയൻ തോറ്റുവെങ്കിലും ജയിച്ച 11 റീജിയൻ എൻ്റെ നേതൃത്വം 10 എൻ്റെ നേതൃത്വം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മോഹൻ ഉൾപ്പെടെ ഉള്ളത് എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. ആ സപ്പോർട്ട് 30 കൊല്ലമായിട്ട് യാതൊരു വ്യത്യാസമില്ലാതെ ഇന്ന് ആ ഭംഗുരം SNDP യോഗത്തിലും SNDRSലും ഞങ്ങളെല്ലാം ഒന്നായി മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഈ ഒന്നായി മുമ്പോട്ട് പോകുമ്പോൾ ചില ശക്തികൾ, അതും ആളും അർത്ഥമില്ലാത്ത ശക്തിയാണ്, അത് പുറകിലാളില്ലാത്ത ശക്തിയാണ്, ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് നമ്മളെ വിമർശിക്കുന്നു. നിങ്ങൾ മാനസിക്ക് നോക്ക്. നമ്മുടെ MP പറഞ്ഞില്ലേ, ഞാൻ എന്നെ പറ്റി നോക്കുന്നില്ല, നിങ്ങൾ കടലാസ് പരിശോധിക്കും. ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ബാലൻസ് ഷീറ്റ്, ഇന്നുള്ള അസറ്റ്, അന്നുള്ള അസറ്റ്, SNDP യോഗത്തിൻ്റെ നോക്ക്, SNDRSന്റെ നോക്ക്, കോടിക്കണക്കിനുള്ള വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടൊന്നല്ലല്ലോ, അതിൻ്റെ വികസനം സമ്പത്ത് സമാഹരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തുവാൻ
എനിക്ക് സാധിച്ചു. അതിന് എന്നെ ഒരുപാട് പിൻബലം, ഒരു പ്രശ്നങ്ങളും ഭരണതലത്തിലില്ലാതെ എന്നെ സഹായിച്ചതാണ്, ആദരിച്ചാണ് കൊല്ലം യൂണിയൻകാരൻ കൊല്ലത്തുള്ള ട്രസ്റ്റ് കൂടങ്ങൾ. പക്ഷേ എതിർക്കാറുണ്ട്, പുറത്ത് നിന്ന് അവരെന്നും എതിർക്കാറുണ്ട്. ഞങ്ങൾക്കറിയാമല്ലോ, ചിലപ്പോൾ വാട്സപ്പ് ഭൂമിയുടെ കാര്യം പറഞ്ഞു. എടാ, എനിക്ക് ഭൂമി ഉണ്ടായിരുന്നു, എൻ്റെ അപ്പന് ഭൂമി ഉണ്ടായിരുന്നു, എസ്റ്റേറ്റ് മേടിച്ചു. ഇതൊക്കെ രഹസ്യമായ കാര്യങ്ങളല്ല. ഇതെല്ലാം 4-5 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ വാട്സപ്പിലെടുത്ത് പ്രചരിപ്പിച്ച് ആത്മസംതൃപ്തി അടയുകയാണ്. എത്ര കേസാണ്! ഈ കേസുകളെ പ്രതിരോധിക്കുന്നില്ലേ? സുതാര്യമായി ഭരണം നടത്താൻ സമ്മതിക്കുന്നുണ്ടോ? ഇത് ആളും അർത്ഥമില്ലാതെ പുറത്തുനിന്ന് അർത്ഥം കൊടുത്ത് സഹായിച്ചുകൊണ്ട് ചില ആളുകൾക്കുണ്ട് SNDP യോഗത്തെയും SNSനെയും തകർക്കാൻ നോക്കുന്ന ചില ശക്തികൾ, സമ്പന്ന ശക്തികൾ പുറത്തു പോകും. അവരെല്ലാം പിന്നെ ഇത് പ്രളയമായിരിക്കും. പക്ഷേ നമ്മുടെ കൂട്ടായ്മ ഇത്രയും കൊല്ലമായിട്ട് പോലും ഒരു യൂണിയനെ എതിർക്കാൻ, ഇളക്കാനോ ട്രസ്റ്റ് ബോർഡുകളെ ഇളക്കാനോ ഇന്നത്തെ ഭരണ നേതൃത്വത്തിൽ എതിരെ കൊണ്ടുവരാനോ ഒരു ശക്തിക്ക് സാധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന ദയവും സഹകരണവും സഹായവും ആണ്. അത് നിങ്ങളോടും ഹൃദയമെന്ന് പറയാണ്. കാരണം ഒരു ചിന്ത കൊണ്ടാകണ്ടേ. എനിക്ക് 89-ാമത്തെ വയസ്സാണ്. ഈ 89-ാമത്തെ വയസ്സിലും നിങ്ങൾ വിളിക്കേണ്ടത് കൃത്യമായി ഓടിയെത്തി സംഘടനാ പ്രവർത്തനം നടത്തുകയാണ്. രാവിലെ കരുനാഗപ്പള്ളിയാണ്. ഇതേ നീളത്തിൽ ഇതേ രീതിയിലുള്ള വലിയ ടെന്റിനകത്ത് അവിടെയും സമ്മേളനം അറിയാറ്. പണ്ട് SNDP യോഗമെന്ന് പറഞ്ഞാൽ ആരറിയുമായിരുന്നു? ഇന്ന് ലോകത്ത് എല്ലായിടത്തും SNDP യോഗം, SN ട്രസ്റ്റ് എന്നൊരു പ്രസ്ഥാനം ഉണ്ടെന്നറിയിക്കാൻ നമുക്ക് സാധിച്ചു എങ്കിൽ അത് നിങ്ങളുടെ സഹകരണത്തോടുകൂടി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ആ ഒരു സത്യം നന്ദി പോലും ഞാൻ സ്മരിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വളരെ ഗംഭീരമായൊരു സ്വീകരണം അറിയുക കൊല്ലം നിവാസികൾ അതിനോട് സഹകരിച്ചു. അത് കാണാനും കേൾക്കാനും എത്തിയ മറ്റു പലരും ഇവിടെയുണ്ട്. അവരുടെ മുഖങ്ങൾ ഞാൻ പല യൂണിയൻ്റെ നേതാക്കന്മാരുണ്ട്. സമിതി വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി പറയുന്നതോടൊപ്പം ഈ കൊല്ലം യൂണിയൻ എന്തുകൊണ്ടും വളരാനും വളർത്താനും എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. പോലും ഇതിനെന്നും തളർത്താനുള്ള ശക്തികളുണ്ട്. ഇവിടെ മാത്രമല്ല, യൂണിയനെ യോഗത്തെ തകർക്കാനുള്ള ശക്തികളുണ്ട്. ഇന്ന് ഒളിച്ചതുകൊണ്ട് ഇത് കാണാനും അതിനെ നേരിടാനുമുള്ള ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് പോകുവാനുള്ള ധൈര്യവും തൻ്റെ ആത്മബലവും നമുക്കുണ്ട്. നമ്മൾ ആരെയും തോൽപ്പിക്കാറില്ല. അർഹതപ്പെട്ട് മേടിക്കാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ട് അർഹതപ്പെട്ടത് വേണ്ടത്ര മേടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? കരാൻ മാത്രം വിധിക്കപ്പെട്ടവരായ മാത്രം നമ്മൾ പോയാൽ മതിയോ? അധികാരത്തിൽ നിന്ന് അവകാശങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കണ്ടേ? മഹാനായ ആർശങ്കർ അധികാരത്തിൽ നിന്ന് ഇരിക്കുമ്പോൾ ഒപ്പിട്ട് തന്നതാണ് നമുക്ക് കോളേജ്. അതിനുശേഷം ഇത്രയും കൊല്ലമായി എനിക്ക് തോന്നുന്നു 60 കൊല്ലത്തിലാണ് അദ്ദേഹം നമ്മൾ വിട്ടുപോയത്. അധികാരത്തിൽ നിന്നുകൊണ്ട് അവകാശങ്ങൾ ഒപ്പിട്ട് തരാൻ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് സ്നേഹിക്കുന്ന ആളുകളെ ജനപ്രതിനിധികളായി പറഞ്ഞേക്കാൻ നമുക്ക് എന്തുമാത്രം സാധിച്ചു എന്നൊരു ആത്മപരിശോധന. മറ്റുള്ള സമുദായങ്ങൾ എന്താണ്? ലീഗിനെ കൊണ്ടുള്ള ആളുകൾ അവർക്ക് അവരുടേതായ അവകാശങ്ങളും അധികാരങ്ങളും ഒപ്പിട്ടെടുക്കാനുള്ള ആളെ പറഞ്ഞേച്ച് അവകാശപ്പെട്ടു. അതിനപ്പുറവും ഒപ്പിട്ടെടുത്തോണ്ട് പോകുമ്പോൾ അത് ശരിയായില്ല, സാമൂഹ്യ നീതി ഇവിടെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നവരെ കത്തിച്ചില്ലേ? മുസ്ലിം സമുദായത്തിന് വിദ്വേഷം എനിക്കില്ല. അവരോടൊപ്പം സംവരണ കാര്യത്തിൽ ഒന്നിച്ച് നടന്നിട്ടില്ല എന്നുള്ളത്. എവിടെയെല്ലാം സത്യാഗ്രഹത്തിൽ പോയി നമ്മളെ ഉപയോഗിച്ചു. പക്ഷെ ഭരണത്തിൽ വന്നപ്പോൾ ആരും ആ മണത്തത്ത് പോലും കണ്ടില്ല. മലപ്പുറത്ത് പോലും ഒരു കുടിപ്പള്ളിക്കമ്മ പോലും ഇല്ലാത്തതിൻ്റെ എൻ്റെ സമുദായത്തിന് ദുഃഖം ഞാനവിടെ പറഞ്ഞപ്പോൾ ഞാനൊരു മുസ്ലിം വിരോധിയായി വ്യാഖ്യാനിച്ചു, ട്വിസ്റ്റ് ചെയ്തു. എന്നെയും കത്തിച്ച്, എൻ്റെ കോലവും കത്തിച്ച്. എന്നെയല്ല കോലം കത്തിച്ചാലും പറഞ്ഞത് പറഞ്ഞു തന്നെയാണ്.
ആ നീതി അവിടെ എന്താ വയനാട് നമുക്കുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനം? കാസർഗോഡുണ്ടോ? മലപ്പുറത്തുണ്ടോ? എന്തുകൊണ്ടില്ലാതെ പോയി? എന്തുകൊണ്ട് നമുക്ക് മേടിക്കാൻ നോക്കാതെ പോയി? സംഘടിത മതശക്തികളും ഇന്ന് അധികാര രാഷ്ട്രീയത്തിൽ കയറിക്കൊണ്ട് ഒരുപാട് ഒപ്പിട്ടുകൊണ്ട് പോയി. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എന്നും നമ്മളെല്ലാം കടമറയിലാകാതെ അധികാരത്തിൽ അധസ്ഥിതൻ വരികയും അധസ്ഥിതന്റെ വിചാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനൊക്കുന്ന ചിന്താഗതിയുള്ളവരെങ്കിലും ഭരണത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും ഇവിടെ സാമൂഹ്യ നീതിയാണ് വേണ്ടത്. രാഷ്ട്രീയ നീതി വേണം, സാമ്പത്തിക നീതി വേണം, വിദ്യാഭ്യാസ നീതി വേണം. അത് ജനസംഖ്യ ആനയബാധികമായി ഈഴവ സമുദായത്തിൽ ലഭിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ജാതി പറയല്ല, ഞാൻ നീതി പറയാണ്. ആ ഞാൻ ജാതി പറഞ്ഞാൽ ഉടനെ ഗുരുവിനെ മുമ്പ് നിർത്തിക്കൊണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞ ഗുരുവിന്റെ അനുയായികൾ ജാതി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാഴയ്ക്കാൻ ശ്രമിക്കുന്ന പല ശക്തികളുണ്ട്. ഇതെല്ലാം നാം തിരിച്ചറിയണം. നമ്മൾ അറിവുള്ളവരായി മാത്രം പോരാ, തിരിച്ചറിവുള്ളവരായി മാറുന്ന സമുദായം. ഇതെൻ്റെ അമ്മയാണ്, സഹോദരിയാണ്, പെങ്ങളാണ്, മകളാണ് എന്ന ആ തിരിച്ചറിവിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് ഡോക്ടർ പൽപ്പു പറഞ്ഞതുപോലെ ഈഴവത്തി പറ്റ ഈഴവനാണ് ഞാൻ എന്ന് പറയാനുള്ള അഭിമാന ബോധത്തോടുകൂടി വളരാനും ഉയരാനും അർഹതപ്പെട്ടത് പറവേണ്ടടുത്ത് പറഞ്ഞ് വാങ്ങുവാനുള്ള സാമുദായിക ശക്തി സമാഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ചിന്തകളും ഭാവനകളും പ്രവർത്തനങ്ങളും നിങ്ങളിലെല്ലാം ഉണ്ടാകണമേ എന്ന അപേക്ഷയോടുകൂടി ഇങ്ങനൊരു മഹത്തായ സമ്മേളനം, ഉഗ്രമായ സമ്മേളനം വിളിച്ചു കൂട്ടി എന്നെ ആദരവ് നൽകുവാൻ കാണിച്ച വലിയ മനസ്സിന് കൊല്ലം യൂണിയനും അതിനോട് സഹകരിച്ച പോഷകർക്കും ശാഖാഭാരവാഹികൾക്കും എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.